ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം പേരും 2020 ശേഷം ഓൺലൈൻ ബിസിനസ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓൺലൈൻ ബിസിനസ് എന്താണ്, ഓൺലൈൻ ബിസിനസ്സിൽ നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ അതിലൂടെ നേട്ടമുണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്താണ് ഓൺലൈൻ ബിസിനസ്? പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടുകൂടി ഓൺലൈനിലൂടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും, അത് സർവീസ് ആവാം, പ്രോഡക്റ്റ് ആവാം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിനിമയങ്ങൾ നടത്താം. അതായത് പല തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പരിശോധിക്കാം. അപ്പോൾ ഇത്തരത്തിൽ പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടുകൂടി ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇ ബിസിനസ് എന്നൊക്കെ പറയാം, ഇ കൊമേഴ്സ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം, ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. ബട്ട് ഇതിനകത്ത് അറിയുമെങ്കിലും കൂടുതലായിട്ട് ഇതിൻ്റെ ആഴത്തിലേക്കുള്ള യാത്ര ആരും തന്നെ പോയിട്ടില്ല. എന്താ കാരണം എന്ന് പറയും, ഇത് പലരുടെയും ചിന്താഗതി ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അനന്തമായ സാധ്യതകളെക്കുറിച്ച്, ഇതിൻ്റെ വലിയൊരു മാർക്കറ്റിനെ കുറിച്ച് ആർക്കും അറിയില്ല. ബേസിക്കലി ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? നിങ്ങൾക്ക് ഒരു റെൻറ്റഡ് ആയിട്ടൊരു ബിൽഡിംഗ് വേണം. ഓക്കെ, ആ ബിൽഡിംഗ് കംപ്ലീറ്റ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എന്തിനാ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മാതൃകയാക്കി മാറണം. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെയായാലും നമുക്കൊരു 10 lakh rupees വരും എന്ന് വിചാരിക്കുക. 10 lakh rupees, അതായത് അതിൻ്റെ ഡെപ്പോസിറ്റും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്കും അവിടെ സ്റ്റോക്കും എല്ലാം കൂടി ഒരു 10 lakh rupees വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഉദ്ഘാടനം നടത്തി, കുറച്ച് ചിലവൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നാട്ടിലെല്ലാവരും വിളിച്ചു. എന്നിട്ട് ഓരോ ദിവസം രാവിലെ വന്നിട്ട് ടെക്സ്റ്റൈലൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുക കസ്റ്റമറിനെ ഇങ്ങനെ കാത്തിരിക്കുക. കസ്റ്റമർ ഒരു ആരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ദെൻ രണ്ടാമത്തെ സെക്ഷനിൽ അദ്ദേഹം 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ രണ്ടാമത്തെ സെക്ഷനിൽ ഓൺലൈൻ ബിസിനസ്സിൻ്റെ മറ്റൊരു തരത്തിൽ ഇതേ സംഭവം ഓൺലൈനിലേക്ക് അടുത്തൊരാൾ തുടങ്ങുകയാണ്. ഇത് രാജു എന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ. ഇവിടെ ഷഫീഖ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വ്യക്തി, ഷഫീഖ് കുറച്ചുകൂടി ഐഡിയപരമായി ചിന്തിച്ചു. ഷഫീഖ് മനസ്സിലാക്കി ഈ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വന്നാൽ ഈ ബിൽഡിങ്ങും അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റോക്കും എല്ലാത്തിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് ഇല്ല, പകരം ഞാനൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണ്. ഷഫീഖിൻ്റെ കയ്യിലും 10 ലക്ഷം രൂപയുണ്ട്. ഷഫീഖ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ 10 ലക്ഷം രൂപയിൽ ആദ്യം തന്നെ ഷഫീഖ് ഒരു 50,000 രൂപ കൊടുത്തിട്ട് ഒരു അടിപൊളി ലാപ്ടോപ്പ് അങ്ങോട്ട് വാങ്ങിച്ചു. ഒരു SSD ഒക്കെ ഉള്ള ഒരു അടിപൊളി ലാപ്ടോപ്പ്. വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഷഫീഖ് സെറ്റാക്കി. അതിനൊരു 5,000 രൂപ വേറെയും ചിലവായി. ഇങ്ങനെ 55,000 രൂപ ഷഫീഖ് മുടക്കി. അത് കഴിഞ്ഞിട്ട് ഷഫീഖ് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ഒരു വെബ്സൈറ്റ്, തൻ്റെ പ്രോഡക്റ്റുകൾ, ഈ പ്രോഡക്റ്റുകളൊക്കെ ഇവൻ ഷോപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. രാജു ഒരുപാട് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പ്രോഡക്റ്റുകൾ ഷഫീഖിനും വിൽക്കണം. അപ്പോൾ ഷഫീഖ് എന്ത് ചെയ്തു? ഷഫീഖും ഇതുപോലെ കുറേ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഷഫീഖും റെഡിയാക്കി. സോ അതിനെല്ലാം കൂടിയിട്ട് ഷഫീഖിന് വീണ്ടും ഒരു 50,000 രൂപ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ 1,05,000 രൂപ ഷഫീഖിൻ്റെ ചിലവ്. ഇത്രയും പൈസ ഷഫീഖിൻ്റെ ചിലവായി. ഇദ്ദേഹത്തിൻ്റെ ചിലവ് എത്രയായി? ഇദ്ദേഹത്തിൻ്റെ ചിലവ് 10 ലക്ഷം രൂപയായി. സ്റ്റോക്ക് സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്, അവിടെ നിൽക്കുകയാണ്, ബിസിനസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രാജു എന്തായാലും മാർക്കറ്റിങ്ങിന് വേണ്ടി കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 50,000 രൂപയെങ്കിലും നോട്ടീസ് അടിക്കാനും ഫ്ലക്സ് ബോർഡ് വെക്കാനൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു 50,000 രൂപ, പോട്ടെ 1 ലക്ഷം രൂപ ഇദ്ദേഹം എന്ത് ചെയ്ത് മാർക്കറ്റിന് വേണ്ടി മാറ്റി വെക്കുകയാണ് ഷഫീഖ്. ഓക്കെ, 50,000 രൂപയ്ക്ക് ബിൽഡ് ചെയ്ത പ്ലാറ്റ്ഫോമിന് 1 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ 2 ലക്ഷം രൂപ ആര് മുടക്കി? ഷഫീഖ് മുടക്കി. 10 ലക്ഷം രൂപ ആര് മുടക്കി? രാജുവും മുടക്കി. രണ്ടുപേരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ പ്രോഡക്റ്റുകളൊക്കെ ഇദ്ദേഹം കംപ്ലീറ്റ് ബാംഗ്ലൂരിൽ നിന്നും മുംബൈയിൽ നിന്ന് കുറേ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് രാജു ഷോപ്പിൽ ആഡ് ചെയ്തു. അദ്ദേഹത്തിന് രാജുവിന് കിട്ടിയത് 150 രൂപ 200 രൂപയ്ക്കൊക്കെ പാൻറ്റ് കിട്ടി, 300 രൂപയ്ക്ക് കിട്ടി. ആ പാൻറ്റ് 600 നേരെ ഡബിളിനാണ് രാജു വിൽക്കുന്നത്. സെയിം ഷഫീഖിനാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനികളുണ്ട്. ആ ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ഇതേ റേറ്റ് തന്നെ 300 രൂപയ്ക്ക് 250 രൂപയ്ക്കും പാൻറ്റ് കിട്ടി. അതേ പാൻറ്റ് ഷഫീഖും വിൽക്കുന്നത് 600 രൂപയ്ക്ക് തന്നെ. ഓക്കെ ഫൈൻ. ദെൻ രണ്ടുപേരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഷഫീഖ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇദ്ദേഹം കംപ്ലീറ്റ് നോട്ടീസ് അടിച്ച് ബോർഡ് വെച്ച് കൊടുത്തു. ഷഫീഖ് ഈ 1 ലക്ഷം രൂപ മാർക്കറ്റിങ്ങിൽ ആദ്യം 1-2 വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള വീഡിയോ. അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഒരു 10 പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചെറിയ ഒരു 15 സെക്കൻഡിലുള്ള കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. ഓരോ വീഡിയോക്കും ഒരു 2,500 rupees പേ ചെയ്തു. ഒരു 10 വീഡിയോ ഉണ്ടാക്കി 25,000 അങ്ങനെ പോയി.
ഓക്കെ. അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നീട് ചെയ്ത കാര്യം ഈ 25,000 രൂപ പോയി. അതുപോലെ തന്നെ ഇദ്ദേഹമാണെങ്കിൽ നോട്ടീസും ബോർഡും അടിച്ചിട്ട് അങ്ങനെയും കുറേ പൈസ കളഞ്ഞു. ദെൻ രണ്ടാമത്തെ കേസിൽ ഇവർ രണ്ടാളും മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹം മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, ഓൾറെഡി കസ്റ്റമേഴ്സും എല്ലാം വരാൻ തുടങ്ങി. ഇദ്ദേഹം എന്ത് ചെയ്തു, ഓൺലൈനിലൂടെയാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനായിട്ട് ഒരുപാട് ടൂൾസ് ഇദ്ദേഹം ഉപയോഗിച്ചു. പിൻട്രസ്റ്റ് ഉപയോഗിച്ചു, ഫേസ്ബുക്ക് ഉപയോഗിച്ചു, ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചു, അതുപോലെ തന്നെ യൂട്യൂബ് ഉപയോഗിച്ചു. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇദ്ദേഹത്തിന് 15 സെക്കൻഡിലുള്ള പരസ്യങ്ങൾ ആഡ് ചെയ്തു. എന്നിട്ട് പരസ്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് എന്താണോ പാൻസ്, ആ പാൻസ് ആരുടെ അടുത്താണ് വാങ്ങിക്കേണ്ടത്, ആരാണ് അതിൻ്റെ കസ്റ്റമർ എന്ന് കൃത്യമായി ഷെഫീക്കിന് അറിയാമായിരുന്നു. ഷെഫീക്ക് ഒരു പേന ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേന ആർക്കാണ് ആവശ്യക്കാരൻ, ആര്, ആ ആവശ്യക്കാരൻ എന്താണ് സെർച്ച് ചെയ്യുന്നത്, ആവശ്യക്കാരൻ എവിടെയുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഫീക്കിന് ഗൂഗിൾ ഒരു പാർട്ണറായിരുന്നു. ഗൂഗിളിൻ്റെ ഒരുപാട് ടൂൾസ് ഉപയോഗിച്ച് ഇതൊക്കെ ഷെഫീക്ക് കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ ഷെഫീക്ക് എന്ത് ചെയ്തു, ഷെഫീക്കിൻ്റെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. സെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഷെഫീക്കിന് ഡേ ബൈ ഡേ മൾട്ടിപ്പിൾ ലൊക്കേഷൻ നിന്ന്, അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തും കംപ്ലീറ്റ് ആയിട്ടാണ് ഷെഫീക്ക് ബിസിനസ് ചെയ്യുന്നത്. ഇദ്ദേഹം ഈ ഒരു നാട്ടിൽ നിന്നിങ്ങനെ രാവിലെ കാത്തിരിക്കുകയാണ്, രാജു ആരെങ്കിലും വരുമോ എന്ന് കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിനാണ് ഓർഡറുകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുക, ഓരോ ലൊക്കേഷനിൽ വന്നുകൊണ്ടിരിക്കുക. കാരണം വീഡിയോകൾ വലിയൊരു റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു, പെയ്ഡ് പ്രൊമോഷൻസ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം ബഡ്ജറ്റ് ഇദ്ദേഹം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 25,000 പോയിട്ടുള്ളൂ. ബാക്കി 75,000 രൂപയ്ക്ക് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഡേ ബൈ ഡേ ഓരോ 500 രൂപയ്ക്ക് ജസ്റ്റ് ഒരു പ്രൊമോട്ട് ചെയ്തപ്പോൾ ഒരു പാൻറ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു മോഡേൺ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാൻറ്റായിരുന്നു. ആ പാൻറ്റ് ഇദ്ദേഹം എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. 500 രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്തു. അപ്പോഴേക്കും 500 രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു 2500 ആൾക്കാരിലേക്ക് ഈ ഒരു പാൻറ്റ് റീച്ച് ചെയ്തു. അത് റിയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് തന്നെ അത് എത്തിപ്പെട്ടു. ആ 2500 ആൾക്കാരിൽ ജസ്റ്റ് ഒരു 25 ആൾക്കാർ ആ പാൻറ്റ് വാങ്ങിക്കുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യാം. 25 ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം 1% അല്ലേ, 1% ആൾക്കാർ ആ ഒരു പാൻറ്റ് വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു 100%-ൽ 1% വാങ്ങിക്കാതിരിക്കില്ലല്ലോ, 100% വാങ്ങിക്കും. കാരണം ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ് ആര് സെറ്റ് ചെയ്തത്, ഷെഫീക്ക് സെറ്റ് ചെയ്ത്. സോ ആ 2500-ൽ ഒരു 25 ആൾക്കാർ പാൻറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഷെഫീക്കിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഷെഫീക്ക് 600 രൂപയ്ക്കാണ് പാൻറ്റ് വെക്കുന്നത്. അപ്പോൾ 300 × 25 എത്രയാണ് ഷെഫീക്കിൻ്റെ ലാഭം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര ലാഭം? ഏകദേശം 7500 രൂപ ഷെഫീക്കിൻ്റെ ലാഭം മാത്രമാണ്. 7500 രൂപ ഒരൊറ്റ ക്യാമ്പയിൻ. 500 രൂപ കൊണ്ട് 7500 രൂപ ആരുണ്ടാക്കി? ഷെഫീക്ക് ഉണ്ടാക്കി. 500 രൂപ കൊണ്ട് 7500 രൂപ ഷെഫീക്ക് ലാഭം ഉണ്ടാക്കി. ഓക്കെ ഫൈൻ. ദെൻ രണ്ടാമത്തെ രാജുവിൻ്റെ കേസിലാണെങ്കിൽ രാജു അവിടെ പാൻറ്റും കൊണ്ടുവച്ച് രാജു ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു കസ്റ്റമർ വന്നു, പരിചയക്കാരനാണ്, വേറെ 2-3 ആൾക്കാർ വന്നു, അത്രയേ ഉള്ളൂ. ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റെൻറ്റ് കൊടുക്കണം, ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കണം, സ്റ്റാഫിന് സാലറി കൊടുക്കണം, ഭയങ്കര ടെൻഷനാണ്. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം, ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം, സ്റ്റോക്ക് ബാക്കി കിടക്കുന്നു, അങ്ങനെ മൊത്തത്തിൽ ടെൻഷനാണ്. സോ ദാറ്റ് ഇവിടെ ആരാണ് സ്മാർട്ട് വർക്ക് ചെയ്തത്? ഇവിടെ സ്മാർട്ട് വർക്ക് ചെയ്തത് ഷെഫീക്കാണ്. അപ്പോൾ ഷെഫീക്കിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഷെഫീക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഷെഫീക്കിന് ഇല്ല. അതുകൊണ്ട് ഷെഫീക്കിന് ടെൻഷൻ ഇല്ല. പ്രോഡക്റ്റുകളൊന്നും പോകുന്നുള്ളതിനെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോകുന്നോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇതായി ട്രെൻഡ് മാറിപ്പോകുന്നോ ഒരു ടെൻഷനും ഇല്ലാതെ ഷെഫീക്ക് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്ത് വൻ ലെവലിലേക്ക് ഷെഫീക്ക് മാറി. ഇത് 2 പേരുടെ സ്റ്റോറിയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സാണ്, ഓൺലൈൻ ബിസിനസ്സാണ്. 2 എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ബിസിനസ്സാണ്. ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പാഠം. വളരെ സിമ്പിളാണ്. ബട്ട് ഇതിൻ്റേതായിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, കുറേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനിലാണ്. ഓഫ്ലൈനായിട്ട് ക്യാഷ് നമ്മുടെ കയ്യിലൊന്നും കിട്ടില്ല. എല്ലാം ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക. കംപ്ലീറ്റ് ഇവിടുത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ്, അത് സാധാരണ ബിസിനസ്സിലും ഉള്ള അതേപോലെ തന്നെ ഇതിനകത്തും ഒരു നോളജ് വേണം. ഓരോ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാനും, പ്രോഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിന് എങ്ങനെ പെയ്ഡ് പ്രൊമോഷൻസ് എങ്ങനെ നമ്മൾ ചെയ്യണം, അല്ലാതെ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊമോഷൻ, അങ്ങനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവയർനെസ്, ഒരു മെൻറ്റർ എപ്പോഴും ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ 0 to Crore എന്ന നമ്മുടെ പ്രോജക്റ്റ്. എല്ലാ ദിവസങ്ങളും 0 to Crore പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 23ഓളം എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വലിയ രീതിയിൽ വ്യാപകമായിട്ട് ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് 0 to Crore. അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ബിസിനസ്സാണ്. സോ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ മെൻറ്റർഷിപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ചാനലിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. 0 to Crore എന്ന നമ്മുടെ പ്ലേലിസ്റ്റ് കാണുക. കംപ്ലീറ്റ് ആയിട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കോളേജ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ് എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് അവരെ കൂടി ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.